ഹലോ വെൽക്കം ടു ദ വീഡിയോ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇംഗ്ലീഷ് വിഷയത്തിൻ്റെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളുടെ ക്ലാസ് ഈ ചാനലിലൂടെ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ചാനലിലുണ്ടായിരുന്നു. കുറച്ച് ക്ലാസ്സുകൾ ബാക്കിയുണ്ട്. അത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ക്ലാസ്സുകൾ തുടരുന്നതാണ്. സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ കോഴ്സിനും അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷനുമായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് AEC ഈ കോഴ്സുകളുടെ ക്ലാസ്സുകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പഠന ബുദ്ധിമുട്ട്, പഠിക്കാനായിട്ടുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടോ വായനയും അതുപോലെ തന്നെ ഇരുന്ന് പഠിക്കാനും ഒക്കെയുള്ള മാനസികമോ ശാരീരികമോ ബുദ്ധിമുട്ടുകളുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്ന രീതിയിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വീഡിയോസിൻ്റെ കമൻസിലും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുമെന്ന് ചോദിച്ച് നിരവധി പേര് കമൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ചില കമൻസ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് MDC ഈ അടുത്ത ദിവസം പരീക്ഷയുള്ള കോഴ്സ് ചെയ്യുമോ, അതിൻ്റെ ക്ലാസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ, നമുക്കറിയാം ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ആ ക്ലാസ്സുകൾ ചെയ്ത് ഭംഗിയായി പൂർത്തീകരിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം ഞാനത് പ്ലാൻ ചെയ്തതായിരുന്നില്ല. പ്രധാനമായും ഇംഗ്ലീഷിൻ്റെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ പ്രത്യേകിച്ച് ഫസ്റ്റ് സെമസ്റ്റർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ചാനലിലൂടെ. പക്ഷേ അതിനൊരുപാട് ആവശ്യക്കാർ റെഗുലർ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ വന്നപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഫാസ്റ്റായി ക്ലാസ്സുകൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. മറ്റ് ഇംഗ്ലീഷ് മെയിൻ വിഷയങ്ങളിലേക്കൊക്കെ തീർച്ചയായും സമയമുള്ളത് അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നൽകുക. ഏതൊക്കെയാണ് വിഷയങ്ങൾ, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ക്ലാസ്സുകൾ വേണ്ടവർ അത് പറയുക. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ റെഗുലർ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. റെഗുലർ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. എങ്കിലും ക്ലാസ്സുകൾ ലഭിക്കാത്ത, ഇപ്പോൾ റെഗുലർ ആയാലും ക്ലാസ്സിന് പോകാൻ സാധിക്കാത്തതോ ഏതെങ്കിലും രീതിയിലുള്ള പഠനത്തിനുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി റിപ്പീറ്റ് കാണാമല്ലോ എന്നതൊക്കെയാണ് ഈ ക്ലാസ്സുകളുടെ ഒരു ഉദ്ദേശമായിട്ട് കാണുന്നത്. പഠന വൈകല്യമോ പഠനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ക്ലാസ് മിസ്സായവരൊക്കെ പലരും മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ കമൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലും കൂടിയാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കുറച്ച് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ടുള്ള സമ്മറൈസ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഉള്ള ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളും അത്തരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇനി അങ്ങോട്ടും ബാക്കിയുള്ള മൊഡ്യൂളുകൾ 2-3 മൊഡ്യൂളാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് അത് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഇനി നമുക്ക് സെക്കൻഡ് സെം ക്ലാസ്സുകളിലേക്ക് വരാം. യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം ക്ലാസ്സുകൾ ഡിസംബറിൽ തന്നെ ആരംഭിക്കുന്നതാണ്. ഡേറ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാവും. നമുക്കത് അവിടെ നിന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഈ ചാനലിൽ നമ്മൾ ഡിസംബർ ഒരു പകുതിയോടുകൂടി മെറ്റീരിയൽ, അതായത് യൂണിവേഴ്സിറ്റിയുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് അവൈലബിൾ ആവുന്നതോടുകൂടി അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ സജീവമായിട്ട് ഈ ചാനലിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി വിദ്യാർത്ഥികൾ മറ്റ് വിഷയങ്ങൾ, അതായത് MDC സൈക്കോളജി, അതുപോലെ തന്നെ BA അറബിക്കിൻ്റെ കോഴ്സ്, ഇതൊക്കെ തന്നെ ക്ലാസ്സുകൾ ചെയ്യുമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക്സ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പോൾ നിലവിലുള്ളൊരു പരിമിതി എന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഇംഗ്ലീഷാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ഈ ചാനലിൽ നിലവിൽ നമുക്ക് ചെയ്യാനൊരു സാധ്യതയുള്ളൂ. എങ്കിലും എനിക്ക് ഈ വീഡിയോ അധ്യാപകരായിട്ടുള്ളവർ കാണുകയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഫ്രീ ആയിട്ട്, അതായത് സൗജന്യമായിട്ട് ആണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് റെമ്യൂണറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, മോണിറ്റൈസേഷൻ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ചാനലില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇതൊരു സൗജന്യമായ ടീച്ചിങ് ആണ്. ടീച്ചിങ് ഒരു ഒരു മിഷനായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ ഒരു സേവനം, ഒരു സർവീസായിട്ട് കാണുന്ന ആരെങ്കിലും അധ്യാപകർ ഇത് കാണുന്നുണ്ടെങ്കിൽ, അതായത് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, അതായത് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്ത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായി നിങ്ങളുടെ സ്വന്തം ചാനലിലോ, അതായത് അറബിക്കിൻ്റെയും MDC സൈക്കോളജി ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് എക്സ്ട്രാ, പിന്നെ ഇക്കണോമിക്സ്, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ വിഷയങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ചാനലിലൂടെ നിങ്ങളുടെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചാനലുമായി കൊളാബറേറ്റ് ചെയ്യാം, നിങ്ങളുടെ ചാനലുമായി കൊളാബറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തമായ നിലയിലായാലും നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആവശ്യമുണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്. അത്തരത്തിൽ അധ്യാപകർക്ക് താല്പര്യമുള്ളവർ, ഓക്കെ, അതായത് നിലവിൽ സാമ്പത്തികമായി ലാഭമൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. യാതൊരുവിധ സാമ്പത്തികമായ ലാഭവും ലഭിക്കുകയില്ല. പിന്നെ നിങ്ങൾക്ക് സമയവും ക്ഷമയും വീഡിയോസ് എടുക്കാനുള്ള സൗകര്യവും, ഓക്കെ, വീഡിയോസ് എടുക്കുക മാത്രമല്ല, വീഡിയോസ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ അത്യാവശ്യം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും നിങ്ങൾക്ക് സാഹചര്യവും ഒക്കെ വേണം എന്നുള്ളതാണ്. ഒരുപാട് പരിമിതികൾ ഉണ്ടാവാം, എന്നാലും ഒരു പരിധിവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് പല കാരണങ്ങളാവാം അവർ ഈ ആവശ്യം ഉന്നയിക്കാൻ. ഒരുപക്ഷെ ക്ലാസ്സുകൾ മിസ്സാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നുണ്ട്. അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള വിദ്യാർത്ഥികൾ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈവൻ നമ്മുടെ തന്നെ അവസ്ഥ അതാണല്ലോ. ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് അപ്പുറത്തേക്ക് ആർക്കാണ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കുക? അതിനൊരു മാറ്റമാണ് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് വീഡിയോസിലൂടെ പലപ്പോഴും. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പലരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ഒന്ന് സ്പീഡാക്കുമോ, 2x സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് ക്ലാസ് കാണുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സന്തോഷം ആ കമൻറ്റുകളിൽ. പക്ഷേ തീർച്ചയായിട്ടും ചില ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഒരു ക്ലാസ് റൂം എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റാത്തവർക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ഫീല് കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊളാബറേറ്റ് ചെയ്യണം അങ്ങനെയും ചെയ്യാവുന്നതാണ്. എൻ്റെ ഇമെയിൽ ID ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അധ്യാപകരോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അധ്യാപകർ ആരെങ്കിലും കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അറബിക്ക്, അതുപോലെ തന്നെ സൈക്കോളജി ഈ വിഷയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഇക്കണോമിക്സ് ചോദിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസി പോലുള്ള വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മാനേജ്മെൻറ്റ് വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാനലിലൂടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് മറ്റ് വിഷയങ്ങളിലുള്ള അധ്യാപകരെ, ഇങ്ങനെ ചെയ്യുന്ന അധ്യാപകരെ എനിക്ക് കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും അവരുമായി സഹകരിച്ച് നമുക്ക് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ നിലവിൽ വിദ്യാർത്ഥികൾ ക്ഷമിക്കുക, ഇംഗ്ലീഷ് മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കുന്നുള്ളൂ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ വേണം, സൈക്കോളജി ഒക്കെ വേണമെന്ന് പറഞ്ഞ്, അറബിക് വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോടാണ് പറയുന്നത്, ഇംഗ്ലീഷ് മാത്രമേ നിലവിൽ ഓഫർ ചെയ്യുന്നുള്ളൂ ക്ലാസ്സുകൾ ഈ ഫ്രീ ആയിട്ട് വീഡിയോ രൂപത്തിൽ ഈ ചാനലിലൂടെ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വരാനുള്ള ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് ക്ലാസ്സുകൾ പ്രധാനമായും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. കാരണം ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാവാനായി, അപ്പോൾ അവരെ സംബന്ധിച്ച് ക്ലാസ്സുകൾ പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന വിഷയം ഈ വീഡിയോസ് പെട്ടെന്ന് ഇനി വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ വരാനുള്ളത് നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷിൻ്റെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, എൻഗേജിങ് ഇംഗ്ലീഷ്, എൻറിച്ചിങ് ഇംഗ്ലീഷ്, എൻഹാൻസിങ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ, അതായത് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ആൻസേഴ്സ് വെച്ചിട്ടുള്ളൊരു വീഡിയോ. അത് നിലവിൽ ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എല്ലാവരും പരീക്ഷയുടെ ഇടയിലാണ്, മറ്റു വിഷയങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു ആൻസർ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കമ്പാരിസൺ കാരണമാകും. ഞാൻ എഴുതിയതും ഈ ശരി ഉത്തരം തമ്മിലുള്ള കമ്പാരിസൺ വരാം. അങ്ങനെ ഞാൻ എഴുതിയത് തെറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ ശരിയാണോ പൂർണ്ണമായി എഴുതിയത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വരികയും ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെടുത്തി വിദ്യാർത്ഥികൾ വീണ്ടും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്
പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ആരോഗ്യകരമെന്ന് ഞാൻ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആൻസർ വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്കും വരുന്ന നെക്സ്റ്റ് പഠിക്കുന്നവർക്കും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഒരു ആൻസർ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ അത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതിന് മുമ്പായിട്ടത് ചെയ്യുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നാലും ആൻസർ വീഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഞാൻ ആൻസർ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് എൻറിച്ചിങ് ഇംഗ്ലീഷ്, എൻഹാൻസിങ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് 2 വിദ്യാർത്ഥികൾ അയച്ചു തന്നിരുന്നു. എൻഗേജ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടിയിരുന്നു പരീക്ഷയെ സംബന്ധിച്ച്. എങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയില്ല. അപ്പോൾ നോക്കട്ടെ, അത് ഞാൻ തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആ വീഡിയോ ചെയ്യുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലുള്ള പരീക്ഷ നന്നായി എഴുതുക, കോൺഫിഡൻസോടുകൂടി പരീക്ഷ സമീപിക്കുക. നല്ല റിസൾട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. ഓർമ്മിക്കുക, മനുഷ്യൻ്റെ കരങ്ങൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ കാരുണ്യം, അതുപോലെ തന്നെ ദൈവികമായ കൃപ. നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതവുമായി ചേർന്ന് പോകുമ്പോഴാണ് വലിയ വിജയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ എന്നൊരു ദീപനാളം തെളിച്ചു വെച്ചിരിക്കണം. പ്രതീക്ഷ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രതീക്ഷ കൈവിടരുത്. അപ്പം നല്ലൊരു റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട്, വലിയ വിജയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അതിന് മുൻപായിട്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിമൈനിങ് മോഡ്യൂൾസ്, എൻഗേജിങ് അതുപോലെ തന്നെ എൻറിച്ചിങ്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഈ 2 ടെക്സ്റ്റുമാണ് ആവശ്യമുള്ളത്. എൻഗേജിങ്ങും അതുപോലെ തന്നെ എൻറിച്ചിങ്ങും, ഈ രണ്ടും നമ്മൾ ഉടനെ തന്നെ മറ്റ് മൊഡ്യൂൾസിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠന സാഹചര്യമില്ലാത്തവർക്കും, ക്ലാസ് നഷ്ടപ്പെട്ടവർക്ക്, വായിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രോബ്ലംസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. അവരെ സംബന്ധിച്ച് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി വലിയൊരു വിജയവും നല്ലൊരു ദിനവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.